അപ്പോൾ നമുക്ക് ലിപ് ബാം ഹോൾഡർ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് നോക്കാം. ആദ്യം തന്നെ ഞാൻ സ്റ്റെം കളറായിട്ട് ഒരു ഗ്രീൻ ആണ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലവറിൻ്റെ കളർ ഒരു വൈറ്റും യെല്ലോയും കോമ്പിനേഷനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിന് പറ്റിയ ഒരു ഹുക്ക് സൈസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പ്ലാസ്റ്റിക് നെയിലും സ്റ്റിച്ച് മാർക്കറും ഒരു കത്രികയുമാണ്. ഈ ഒരു ലിപ് ബാമിൻ്റെ സൈസിനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഗ്രീൻ ആണ് എടുത്തിട്ട് ആദ്യം തന്നെ നമുക്കൊരു മാജിക് റിംഗ് ഉണ്ടാക്കി കൊടുക്കാം. മാജിക് റിംഗ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാജിക് റിങ്ങിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് 6 സിംഗിൾ ക്രോഷേസ് ചെയ്തെടുക്കണം. മാജിക് റിങ്ങിലോട്ട് 6 സിംഗിൾ ക്രോഷേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാജിക് റിങ് ക്ലോസ് ചെയ്ത് കൊടുക്കണം. മാജിക് റിങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് റൗണ്ട് തുടങ്ങാം. സെക്കൻഡ് റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സ്റ്റിച്ചസിലും ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്യാം. സെക്കൻഡ് റൗണ്ട് തൊട്ടുള്ള എല്ലാ റൗണ്ടിലും ആദ്യത്തെ സ്റ്റിച്ചിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വയ്ക്കാനായി മറക്കരുത്. ഇനി നമുക്ക് റൗണ്ട് 3 തുടങ്ങാം. റൗണ്ട് 3 എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ ഇൻക്രീസ്, അങ്ങനത്തെ ഒരു റിപ്പീറ്റേഷൻ ആണ് തേർഡ് റൗണ്ട് എന്ന് പറയുന്നത്. ടോട്ടൽ ഇത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ 18 സിംഗിൾ ക്രോഷേസ് ഉണ്ടാവും ചെയ്ത് കഴിയുമ്പോൾ. ഈ ഒരു തേർഡ് റൗണ്ട് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ലിപ് ബാമിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പം എൻ്റെ ലിപ് ബാമിൻ്റെ ബേസ് കവർ ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാൻ ക്രോഷേ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അത്ര ഇല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് റൗണ്ട് 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. എൻ്റെ ഇപ്പോൾ കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ ലിപ് ബാമിൻ്റെ ഹൈറ്റ് കവർ ചെയ്യുന്നവരെ എല്ലാ റൗണ്ടും ജസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്ത് പോവുകയാണ്. അപ്പം ഞാനിവിടെ എൻ്റെ ലിപ് ബാമിൻ്റെ ഹൈറ്റിൽ സിംഗിൾ ക്രോഷസ് മാത്രം ചെയ്തിട്ട് അത്യാവശ്യം റൗണ്ടുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എൻ്റെ ലിപ് ബാമിനെ ഇത് കവർ ചെയ്തിട്ട് ഒരു എക്സ്ട്രാ റൗണ്ടും കൂടെ ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹോൾഡർ തൂക്കിയിടാനുള്ള ചെയിൻ ഉണ്ടാക്കാം. അതിനായിട്ട് ജസ്റ്റ് കുറച്ച് ചെയിൻസ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. നിങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ചെയിൻസ് ചെയ്തെടുക്കാം. അറ്റ്ലീസ്റ്റ് 50 ചെയിൻസ് എങ്കിലും ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ ഇവിടെ ഒരു 70-80 ചെയിൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ചെയിൻസ് ഇവിടെ ചേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ത്രെഡ് വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആക്രിക്കോട്ട് ആൻഡ് യെല്ലോ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാനായി യെല്ലോ യാണ് കൊണ്ട് ഒരു മാജിക് റിംഗ് ചെയ്തെടുക്കാം. ഇനി
നമുക്ക് ഈ മാജിക് റിങ്ങിലോട്ട് 6 സിംഗിൾ ക്രോഷേസ് ചെയ്തെടുക്കാം. സിക്സ് സിംഗിൾ ക്രോഷേസ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാജിക് റിങ് ക്ലോസ് ചെയ്യാം. മാജിക് റിങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് റൗണ്ട് തുടങ്ങാം. അത് ഓരോ സ്റ്റിച്ചിലും ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വയ്ക്കാനായി മറക്കണ്ട. തേർഡ് റൗണ്ട് 1 സിംഗിൾ ക്രോഷ്യ, അതിനുശേഷം ഒരു ഇൻക്രീസ്. അങ്ങനെയാണ്. ഗ്രീൻ യാൺ ഉപയോഗിച്ച് നമ്മൾ ആദ്യത്തെ പാർട്ട് ചെയ്തപ്പോൾ എത്ര റൗണ്ട്സ് വെച്ചിട്ടാണോ നിങ്ങൾ ബേസ് ചെയ്തെടുത്തത് അത്രയും റൗണ്ട്സ് ഇതുപോലെ കംപ്ലീറ്റ് ആക്കി എടുക്കണം. ഞാൻ 1 സിംഗിൾ ക്രോഷ്യ ആൻഡ് ദെൻ ഇൻക്രീസ് എന്ന് പറഞ്ഞ ആ റൗണ്ടിൽ നിർത്തിയോണ്ടാണ് ഞാനിപ്പോൾ അത്രയും മാത്രം ചെയ്യുന്നത്. അപ്പം നമ്മൾ റൗണ്ട് 3 ചെയ്തെടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ബേസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെയ്തതെടുത്ത് നോക്കി കഴിയുമ്പോൾ നമ്മൾ ഗ്രീൻ സ്റ്റെമ്മിന് ബേസ് എത്ര ചെയ്തോ ആ സെയിം റേഡിയസിൽ തന്നെ ആയിരിക്കണം നമ്മുടെ യെല്ലോ റൗണ്ടും ഇപ്പം ഉണ്ടാവേണ്ടത്. ഇനി നമ്മൾ 4th റൗണ്ട് ചെയ്യാൻ പോകുന്നത് 2 സിംഗിൾ ക്രോഷയും ഒരു ഇൻക്രീസ് എന്ന് പറഞ്ഞൊരു ലെവലിലാണ്. കാരണം ഞാൻ ഇവിടെ ലാസ്റ്റ് ബേസ് ചെയ്ത് നിർത്തിയത് 1 സിംഗിൾ ക്രോഷേ ദെൻ ഇൻക്രീസ് ആയിരുന്നു. അതിൻ്റെ ഒരു പടി മുന്നോട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു യെല്ലോ ഭാഗം ആണ് ഇതിൻ്റെ ലിഡായി നമ്മൾ യൂസ് ചെയ്യുന്നത്. വൈറ്റ് പെറ്റൽസ് അതിൻ്റെ ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 3 സിംഗിൾ ക്രോഷേ ദെൻ ഇൻക്രീസ് അത് ചെയ്തിട്ടാണ് ബേസ് നിർത്തിയെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് 4 സിംഗിൾ ക്രോഷേ 1 ഇൻക്രീസ് എന്നുള്ള രീതിയിലാണ് ഈ ലിഡ് ചെയ്തെടുത്ത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇൻക്രീസിങ് റൗണ്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ മാത്രമായിട്ടുള്ള ഒരു റൗണ്ട് ചെയ്തെടുക്കാം. നമ്മുടെ യെല്ലോ യാൺ വെച്ചിട്ടുള്ള ലാസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ മാറ്റാം. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതേസമയം നമുക്ക് കളറ് യെല്ലോ യാണിൽ നിന്ന് വൈറ്റ് യാണിലോട്ട് മാറുകയും വേണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മൾ ഈ യെല്ലോ ചെയ്തിരിക്കുന്നത് ഗ്രീൻ സ്റ്റെമ്മിനെ കവർ ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക. കളർ ചേഞ്ച് ചെയ്യാനായി ആദ്യം തന്നെ നമുക്ക് ഈ യെല്ലോ യാൺ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് വെള്ള യാൺ എടുത്തിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കണം.
ഇനി നമുക്ക് യെല്ലോ യാണ് എടുത്തിട്ട് അടുത്ത സ്റ്റിച്ചിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ സ്ലിപ്പ് നോട്ട് ഹുക്കിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയിട്ട് ടൈറ്റ് ആക്കി കൊടുക്കുക. ടൈറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ ചേഞ്ച് ചെയ്ത യെല്ലോ യാണും വൈറ്റ് യാണിൻ്റെയും ബാക്കി പൂവിൻ്റെ ബാക്കിൽ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക. ഇനി നമുക്ക് ക്രോഷേ ചെയ്യുന്നത് തുടരാം. അതിനായി ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 ചെയിനാണ്. ഫോർ ചെയിൻസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രബിൾ ക്രോഷേസ് 3 എണ്ണം ഒരുമിച്ച് ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് വീഡിയോയിൽ തന്നെ കണ്ട് പഠിക്കാം. ഒരേ സ്റ്റിച്ചിൽ തന്നെയാണ് 3 ട്രബിൾ ക്രോഷേസും ചെയ്യുന്നത്. അതും ഒരു സ്റ്റെപ്പ് വിട്ടിട്ട് ഒരുമിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഈ 3 ട്രിപ്പിൾ ക്രോഷേസ് കറക്റ്റായിട്ട് ചെയ്യാണ് ഒരുമിച്ചെങ്കിൽ ഇതുപോലെ 4 ലൂപ്പ് ഉണ്ടാവും നമ്മൾ ലാസ്റ്റ്. അതും നമ്മളൊരു യാൺ ഓവർ ചെയ്തിട്ടൊന്ന് 4 ലൂപ്പിൽ കൂടെ ചെയ്യാം. ഇനി നമുക്ക് 4 ചെയിൻസ് വീണ്ടും ഉണ്ടാക്കാം. അതിനുശേഷം അടുത്ത സ്റ്റിച്ചിലോട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പം നമ്മൾ ഒരു പെറ്റൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾക്ക് എല്ലാ പെറ്റൽസും ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എക്സസ് ഉണ്ടായിരുന്ന യാണും ഞാൻ കുറച്ച് സ്ഥലം വിട്ടിട്ട് വെട്ടിയും കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യാണിനെ എല്ലാം ജസ്റ്റ് ഒന്ന് വീവിൻ ചെയ്യണം. പ്ലാസ്റ്റിക് നീഡിൽ ഉപയോഗിച്ചിട്ട് സ്റ്റിച്ചസിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് ഇതൊന്ന് കയറ്റി കൊടുക്കുക. എക്സസ് ഉള്ള യാണ് വെട്ടിക്കളയുക. എത്രയാണുള്ളൂ. വീവിങ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം നമ്മൾ ഫ്ലവറിൻ്റെ എല്ലാ യാണും വീവിങ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഇൻസേർട്ട് ചെയ്താൽ മാത്രം മതി. അതിനായിട്ട് നമ്മൾ ഈ ഒരു യാണ്
പ്ലാസ്റ്റിക് നീഡിൽ കൂടെ കടത്തി കൊടുക്കുകയാണ്. യാണ് പ്ലാസ്റ്റിക് നീഡിലൂടെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് റോയിൻ്റെയും തേർഡ് റോയിൻ്റെയും ഇടയിൽ കൂടെ ഈ ഒരു സ്റ്റെമ്മ് കടത്തി കൊടുക്കുകയാണ്. ഇനി തിരിച്ച് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ കടത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇനി ചെയ്യാനുള്ളത് ഈ ഒരു പൗച്ചിലോട്ട് അത് തിരിച്ച് തുന്നി കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സ്റ്റിച്ച് കണ്ടുപിടിച്ച് അതിലേക്ക് കുറച്ച് പ്രാവശ്യം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് പോലെ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള യാൺ കുറച്ച് വീവിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇത് കംപ്ലീറ്റ് ആവും. കുറച്ച് വീവിങ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് എക്സസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ലിപ് ബാം ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബാഗിൽ ഇനി തൂക്കി കൊടുക്കുകയും കൂടെ ചെയ്താൽ മാത്രം മതി. എൻ്റെ ഈ ഒരു ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും അറിയിക്കണേ.